إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്ഥിരമായി നാം നിർവഹിക്കേണ്ട വളരെ സുപ്രധാനമായ ഇബാദത്താണ് നമസ്കാരം. ആ 5 നേര നമസ്കാരങ്ങൾ കൃത്യതയോടെ, നിത്യതയോടെ, സൂക്ഷ്മതയോടെ നിർവഹിക്കാൻ ബാധ്യതയുള്ളവരാണ് മുസ്ലിമീങ്ങളായ നമ്മൾ. അതോടൊപ്പം തന്നെ ഈ 5 നേര നമസ്കാരങ്ങൾ അവ ജമാഅത്തായി നിർവഹിക്കണം എന്നതാണ് ഈ രംഗത്ത് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു അടിസ്ഥാന തത്വം. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, എൻ്റെ നാട്ടിലുള്ള ചില ആളുകളോടൊപ്പം ഞങ്ങൾ പ്രവാചകന്റെ കൂടെ അല്പ ദിവസങ്ങൾ ചെലവഴിച്ചു. ആ ദിവസങ്ങളിലെല്ലാം ലോകത്തിൻ്റെ പ്രവാചകൻ ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ, ദയയോടെ, കാരുണ്യത്തോടെയാണ് പെരുമാറുകയും വർത്തിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഏകദേശം 20 ദിവസങ്ങൾ ഞങ്ങൾ നാട് വിട്ട് പ്രവാചകന്റെ കൂടെയാണ്. ഞങ്ങൾക്കൊക്കെ നാട്ടിലേക്ക് പോകാനുള്ള ഒരു മാനസികാവസ്ഥയായി. നാട്ടിലേക്ക്, വീട്ടിലേക്ക്, ഞങ്ങളുടേതായ വ്യവഹാരങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ചുള്ള മാനസികാവസ്ഥകൾ ഞങ്ങളുടെ മുഖത്തൊക്കെ അങ്ങനെ തെളിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറഞ്ഞു, ഇർജിഉ ഫകൂനു ഫീഹിം വഅല്ലിമൂഹും വസല്ലു. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക. അവിടെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ സ്ഥിരമായി താമസിക്കുക. നിങ്ങളുടെ കൂടപ്പിറപ്പുകൾക്കും നാട്ടുകാർക്കും ഇസ്ലാമിൻ്റെ മതപരമായ തത്വങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. വസല്ലു, ഷഹാദത്തിൻ്റെ വാചകങ്ങൾ മൊഴിഞ്ഞതോടുകൂടി നിങ്ങളൊക്കെ മുസ്ലിമീങ്ങളായി കഴിഞ്ഞതുകൊണ്ട് ഓരോ വഖ്ത് നമസ്കാരങ്ങളും അതിൻ്റെ സമയങ്ങളിൽ നിങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവരായി തീരുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശം, ഫഇദാ ഹളറത്തിസ് സ്വലാത്ത്, നമസ്കാരത്തിന്റെ സമയമായാൽ ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ, ആ നാട്ടിലുള്ള പരിസരത്തുള്ള ആളുകൾക്ക്
നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന സൂചകമായി ബാങ്ക് വിളിക്കണം. വൽ യഉമ്മക്കും അക്ബറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ മുതിർന്ന ഒരാൾ ഇമാമായി നമസ്കരിക്കുകയും അങ്ങനെ നിങ്ങൾ ജമാഅത്തായി നിങ്ങളുടെ നാട്ടിൽ നമസ്കാരം നിർവഹിക്കണമെന്ന് നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയ ആ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത്, പ്രവാചകൻ കൽപ്പിച്ചത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഈ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളുണ്ട്. പള്ളികൾ ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ പോലും, ഇനി പള്ളികളിൽ അല്ലാത്ത സന്ദർഭങ്ങളിലാണെങ്കിൽ പോലും ഒന്നിലധികം ആളുകളുണ്ട് എങ്കിൽ അവർ ജമാഅത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത്. അത് ജോലിസ്ഥലമാവാം, അത് വീടാവാം, യാത്രാവേളകളാവാം, കഴിയുന്നതും ജമാഅത്തായിട്ട് തന്നെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് ഈ വിഷയത്തിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടിലേക്ക് തിരികെ പോകുന്ന ആ സ്വഹാബത്തിന് നൽകിയ ആ ഉപദേശത്തിൽ നിന്ന്, നസീഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാനിത് വിശദീകരിക്കുന്നത്, മുസ്ലിം ഉമ്മത്ത് നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുവാനുള്ള പരിശ്രമങ്ങൾ കഴിയുന്നതും അവരുടെ ജീവിത പരിസരങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 43-ാം സൂക്തത്തിൽ പഠിപ്പിക്കുന്നത് വഅഖീമുസ്സലാ വആതുസ് സകാ വർകഉ മഅർ റാകിഈൻ വഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക. വആതുസ് സകാ, സകാത്ത് അതിന്റെ അവകാശികൾക്ക് ലഭ്യമാകും വിധം കൊടുത്തു വീട്ടുക. വർകഉ മഅർ റാകിഈൻ, നമസ്കരിക്കുന്ന റുകൂ ചെയ്യുന്ന ആളുകളോടൊപ്പം നിങ്ങളും കൂടെ റുകൂ ചെയ്യുക. ഈ ആയത്തിൽ നിസ്കരിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം, സകാത്ത് പറഞ്ഞതിന് ശേഷം വീണ്ടും നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് വർകഉ മഅർ റാകിഈൻ, നിങ്ങൾ നമസ്കരിക്കണം, നിങ്ങൾ റുകൂ ചെയ്യണം എന്നല്ല പറഞ്ഞത്. വർകഉ മഅർ റാകിഈൻ, നമസ്കരിക്കുന്നവരുടെ കൂടെ നിങ്ങൾ നിസ്കരിക്കുക, റുകൂ ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ റുകൂ ചെയ്യുക. ഈ നിലക്ക് നിങ്ങളുടെ ആരാധനകൾ ഒരു ജമാഅത്തായി സംഘടിതമായി നിങ്ങൾ നിർവഹിക്കേണ്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമി രംഗത്ത് നൽകുന്ന നിർദ്ദേശങ്ങൾ ഗണ്യതമാണ്. യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിൽ പോലും, യുദ്ധത്തിന്റെ പോർമുഖത്ത് ശത്രുക്കളുമായി ആയുധധാരികളായി ജാഗ്രതയോടെയുള്ള ആ പ്രവർത്തനങ്ങളിൽ, ആ കർമ്മവീതിയിൽ സജീവരായി കൊണ്ടിരിക്കുമ്പോൾ പോലും ആ യുദ്ധഭൂമിയിലെ നമസ്കാരം ഓരോരുത്തർ അവസരം കിട്ടുമ്പോൾ നമസ്കരിക്കട്ടെ എന്നല്ല പറഞ്ഞത്. നമസ്കാരത്തിന്റെ സമയം തീരും മുമ്പ് ഓരോരുത്തർ അവർക്ക് കഴിയും പോലെ നിസ്കരിക്കട്ടെ എന്നല്ല പറഞ്ഞത്. മറിച്ച് അവരവിടെ സംഘടിതമായിട്ടാണ് നമസ്കരിക്കേണ്ടത്. ഭയത്തിന്റെ സന്ദർഭത്തിൽ, യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ, കലാപാന്തരീക്ഷങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വലാത്തുൽ ഖൗഫ് നിർവഹിക്കുന്ന ആ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ജമാഅത്തായി തന്നെയാണ് നമസ്കരിക്കേണ്ടത് എന്നാണ് ഇസ്ലാം നമ്മോട് വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് കാര്യമായ ചില ഇടപെടലുകൾ നടത്താനുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഈ രംഗത്ത് കൃത്യമായ ഒരു സമീപനവും കാഴ്ചപ്പാടും ഉണ്ടായിരിക്കണമെന്നാണ് ഈ ആയത്തുകളും ഈ സംഭവങ്ങളും പ്രവാചക വാചകങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി പള്ളികളുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നമ്മളൊക്കെ ജീവിക്കുന്ന പരിസരങ്ങൾ, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലബാർ പ്രദേശങ്ങളിൽ ഏറെക്കുറെ ഒരു 10, 20, 30 കുടുംബങ്ങൾ ഒരു പ്രദേശത്ത് ജീവിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും ആ പ്രദേശത്ത് ഒരു നമസ്കാര പള്ളിയോ ജുമാ പള്ളിയോ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നതാണ് ഏറെക്കുറെ മിക്ക പ്രദേശങ്ങളിലുമുള്ള അവസ്ഥ. ഒരുപക്ഷെ മലബാറിനപ്പുറത്ത് പാലക്കാട് ജില്ലയിൽ ആ ജില്ലയുടെ അതിർത്തി, സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഒരു ദിവസം 6, 7, 10, 12 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്ത്, 20, 25 കിലോമീറ്റർ യാത്ര ചെയ്ത് ജുമഅക്ക് പങ്കെടുക്കുന്ന ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ ഈ പരിസരങ്ങളിൽ ഒരു സ്ഥലത്ത് തന്നെ ഒന്നിലധികം പള്ളികൾ, മിക്ക സ്ഥലങ്ങളിലും ഒരു പള്ളിയെങ്കിലും ഉണ്ട് എന്നതാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെ പള്ളികളുള്ള, ആ പള്ളിയോടനുബന്ധിച്ചുള്ള മഹല്ല്
സംവിധാനമുള്ള ആ സംവിധാനങ്ങളോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അവിടെ ഗൗരവമായി ഇസ്ലാം പഠിപ്പിക്കുന്ന നിർദ്ദേശം, ഒരു പ്രദേശത്ത് പള്ളിയുണ്ടെങ്കിൽ, അവിടെ ഒരു മഹല്ലുണ്ടെങ്കിൽ, ആ മഹല്ലിലെ പള്ളിയിലെ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നത് മഹല്ലിലുള്ള പുരുഷന്മാരുടെ ഒരു ഉത്തരവാദിത്തമാണ്. മഹല്ലിലുള്ള പുരുഷന്മാരെന്ന് പറയുമ്പോൾ ബുലൂഗത്തിയ ബാലിഗായ പ്രായപൂർത്തിയായ ആളുകളാണ് ഈ പുരുഷന്മാരെന്ന് പറയുന്നത്. സ്വാഭാവികമായും കൗമാരപ്രായത്തിലുള്ള നമ്മുടെ മക്കൾ, പ്രായപൂർത്തിയായ മക്കൾ, അവർ മുതൽക്കങ്ങോട്ട് മേലോട്ടുള്ള പുരുഷവർഗം, അവർക്കെല്ലാം ജമാഅത്തായി നമസ്കാരം പള്ളികളിൽ നിർവഹിക്കുക എന്ന ഒരു മതപരമായ ബാധ്യതയുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കാറുള്ളത്. പക്ഷെ നമ്മുടെ നാടുകൾ ഏതെങ്കിലും വിശേഷ സന്ദർഭങ്ങളിൽ മാത്രമാണ് പള്ളികളിൽ ആള് കൂടാറുള്ളത്. ഒന്നുകിൽ പെരുന്നാൾ നമസ്കാരം, അല്ലെങ്കിൽ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച. മലയാളത്തിലെ ചില മാധ്യമങ്ങൾ പരിശുദ്ധ റമദാനിന്റെ അവസാന വെള്ളിയാഴ്ച പള്ളിയുടെ അകത്ത് വിശ്വാസികളെ ഉൾക്കൊള്ളാനാവാതെ വിശ്വാസികൾ പള്ളിയുടെ പുറത്ത് മുസല്ല വിരിച്ച് നമസ്കരിച്ച വാർത്തകൾ ചിലപ്പോൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. ചില ആളുകളൊക്കെ അത് കണ്ട് ആവേശഭരിതരാവുണ്ട്. എന്തായാലും റമദാനായപ്പോ ആളുകളുടെയൊക്കെ സജീവത എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു റമദാനിൽ മാത്രം ഒരു നമസ്കാരം, റമദാനിൽ അവസാനത്തെ വെള്ളിയാഴ്ച മാത്രം നമസ്കാരം, അന്ന് മാത്രം പള്ളിയിൽ സ്ഥലം തികയാത്ത സാഹചര്യം എന്നത് ഇസ്ലാം അങ്ങനെ ഒരു സങ്കല്പം പഠിപ്പിച്ചിട്ടില്ല. ഒരു മഹല്ലിലുള്ളവർ അവിടുത്തെ പള്ളിയിൽ അവിടുത്തെ ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെടുന്ന ആളുകളാവണം. പക്ഷേ സാധാരണ ഒരു അവസ്ഥ നോക്കുക. എന്താണ് നമ്മുടെ പള്ളികളുടെ അവസ്ഥ, ജമാഅത്ത് നമസ്കാരത്തിന്റെ അവസ്ഥ, പ്രത്യേകിച്ച് സുബ്ഹി ജമാഅത്തിന്റെ അവസ്ഥ എന്ത് എന്ന് നോക്കുക. ഓരോരുത്തർ ഓരോ ന്യായങ്ങൾ പറയും. അലാറം വെച്ചു, അറിഞ്ഞില്ല, എഴുന്നേൽക്കണമെന്നുണ്ട്, കഴിയുന്നില്ല. ചില ആളുകൾ പറയും എഴുന്നേൽക്കും, ബെഡിൽ നിന്ന് പെട്ടെന്ന് എണീക്കാൻ കഴിയൂല, ശാരീരികമായ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാത്ത സാഹചര്യമാണ് കാലങ്ങളായി നമ്മൾ കാണുന്നത്. ചില ആളുകൾക്ക് അതിലൊരു മനസാക്ഷി കുത്തുമില്ല. എന്നാൽ ചരിത്രത്തിലേക്ക് നമ്മൾ പോവുക, നമ്മൾ എവിടെ, ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ എവിടെ എന്ന് ഗൗരവമായി നമ്മൾ ഓർക്കാൻ വേണ്ടി ഒരു ചരിത്ര ശകലം ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. പ്രവാചക സദസ്സിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു, അന്ധനായ സഹാബിയാണ്, പ്രവാചകന്റെ അടുക്കൽ വരുന്നു. പ്രവാചകനോട് പറയുന്നു, ഇന്നഹു ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലസ്സലാത്ത്. അല്ലാഹുവിന്റെ പ്രവാചകരെ, കണ്ണ് കാണാത്തവനാണ്, എനിക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ വഴി കാണിക്കാൻ, വഴികാട്ടുവാൻ, എന്നെ കൂടെ ചേർന്ന് നടക്കുവാൻ ഒരാളും എൻ്റെ കൂടെയില്ല. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ എനിക്കൊരു ഒഴിവ് കഴിവ്, ഒരു ഉദ്ർ, എനിക്കൊരു എക്സ്ക്യൂസ് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അന്ധനാണ്, ഒരു കെയർ ടേക്കർ ഇല്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ശരി, നിങ്ങൾക്ക് ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഇളവ് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. ഫലമ്മാ വല്ല, ആ സ്വഹാബി തിരിഞ്ഞു പോകുമ്പോൾ പ്രവാചകൻ ചോദിച്ചു, അതസ്മഉൻ നിദാഅ ബിസ്സലാ, ഓരോ വക്ത് നമസ്കാരത്തിനുമുള്ള ഈ പള്ളിയിലെ ബാങ്ക് നിങ്ങൾ കേൾക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ ഞാൻ കേൾക്കാറുണ്ട്. ഫഅജിബ്, എങ്കിൽ ആ ബാങ്കിന് ഉത്തരം നൽകി നിങ്ങൾ പള്ളിയിലേക്ക് വരണം, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയോട് പറഞ്ഞത് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിലുള്ളത് അദ്ദേഹം പറയുന്നത്, പ്രവാചകരെ, മദീനയിൽ ഉപദ്രവകരമായ ചില ഇഴജന്തുക്കളുണ്ട്, ചില വന്യമൃഗങ്ങളുണ്ട്. അതുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന വിഷയത്തിൽ, ജമാഅത്തിൽ പങ്കെടുക്കുന്ന വിഷയത്തിൽ എനിക്ക് എക്സ്ക്യൂസ്, ഒരു ഒഴിവ് കഴിവുണ്ടോ? റസൂലുള്ളാഹി ചോദിക്കുന്നു, ഈ പള്ളിയിൽ ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക്, നമസ്കാരത്തിലേക്ക് വരുവിൻ എന്ന വിളംബരം, ബാങ്ക് കേൾക്കാറുണ്ടോ? കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പള്ളിയിലേക്ക് വരണം, ജമാഅത്തിൽ പങ്കെടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത്. ഒരുപക്ഷെ നമ്മൾ കേട്ടുപോയ ചരിത്രമായിരിക്കാം. 4 or 5 തടസ്സങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു ഉണ്ട്. അദ്ദേഹം ഒന്ന് സ്വഹാബിയാണ്, നമ്മളെപ്പോലെയുള്ള ഒരാളല്ല. പ്രവാചകന്റെ കാലത്തെ മുഴുവൻ പരീക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇസ്ലാമിക ആദർശത്തിന്റെ വാഹകനായ ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന 5 ന്യായങ്ങൾ നോക്കുക. 1, ഞാൻ അന്ധനാണ്. 2,
2 എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ആളുകളില്ല. 3 പള്ളിയിലേക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തല്ല, കുറച്ച് ദൂരെയാണ് എന്ന രൂപത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നു. 4-മത്തേത് ഇങ്ങോട്ടേക്കുള്ള വഴിയിൽ ഞാൻ ചില തടസ്സങ്ങൾ, ചില ഇഴജന്തുക്കളെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. ആ നിലക്ക് ചില പ്രശ്നങ്ങൾ, ചില പ്രയാസങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു എക്സ്ക്യൂസ് നൽകണമെന്നാണ് ആ സ്വഹാബി ചോദിക്കുന്നത്. പക്ഷെ ആ സ്വഹാബിയോട് റസൂലുള്ളാഹി പറയുന്നു, ഒരു മനുഷ്യൻ ഒരു പള്ളിയുടെ മുകളിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ ആ ബാങ്ക് കേൾക്കുന്ന വെളിപ്പാടകലെയുള്ള പരിസരങ്ങളിലുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ നമസ്കാരത്തിന് പങ്കെടുത്തിരിക്കണം. അവർക്കതിൽ ഒഴിവ് കഴിവ് ഇല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് എന്താവാൻ പാടില്ല എന്ന് ഈ ചരിത്രം തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇബ്നു മാജ റിവായത്ത് ചെയ്യുന്ന ഒരു സംഭവം, മൻ സമിഅ നിദാഅ ഫലം യഅതിഹി ഫലാ സ്വലാത്ത ലഹു ഇല്ലാ മിൻ ഉദ്ർ. ഒരാള് ബാങ്ക് കേൾക്കുന്നു. ഈ ബാങ്ക് കേൾക്കാന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഇന്നത്തെ ഒരു വലിയ ശബ്ദ സംവിധാനമുള്ള ഈ കാലത്ത് ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലേക്ക്, 1.5 കിലോമീറ്റർ ചുറ്റളവിലേക്ക് കേൾക്കുന്ന ഒരു ബാങ്കിനെ സംബന്ധിച്ചല്ല. ഇത്തരം സംവിധാനങ്ങൾ ഇല്ലാത്ത കാലത്ത്, എന്നാൽ ശബ്ദത്തിന് നിശബ്ദതയുള്ള ഒരു കാലത്ത്, പഴമക്കാരൊക്കെ പറയാറുണ്ട്, അത്യാവശ്യ ശബ്ദത്തിൽ ഒരാള് നിലവിളിച്ചാൽ, ഓരിയിട്ടാൽ, കൂവി വിളിച്ചാൽ ഒരുപാട് ദൂരത്തേക്ക് ശബ്ദം കേൾക്കും. ആ നിലക്ക് ഒരു മനുഷ്യന്റെ കഴിവനുസരിച്ച് ശബ്ദിച്ചാൽ അയാളുടെ ചുറ്റളവിൽ എത്ര സ്ഥലത്തേക്ക് ആ ശബ്ദം കേൾക്കും. അതാണ് ഒരു പള്ളിയിൽ നിന്നുള്ള ബാങ്ക് കേൾക്കുന്നവൻ എന്നത് കൊണ്ടുള്ള ഒരു വിവക്ഷ എന്നത് ഇതിന്റെ ഒരു സാമാന്യ ഭാഷ്യമായി നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയുള്ള പള്ളിയുടെ പരിസരത്തുള്ള, പള്ളിയുടെ നെയ്ബർഹുഡിലുള്ള ആളുകള്, ആ പള്ളിയിലെ ബാങ്ക് കേൾക്കുന്ന, പള്ളിയുടെ കാര്യങ്ങൾ അറിയുന്ന ഒരാൾ, മൻ സമിഅ നിദാ, അയാൾ ആ ബാങ്ക് കേൾക്കുന്നു. ഫലം യഅതിഹി, ആ ബാങ്കിന് ജവാബ് കൊടുത്തുകൊണ്ട് ആ പള്ളിയിലെ ജമാഅത്ത് നമസ്കാരത്തിന് അയാൾ പങ്കെടുത്തിട്ടില്ല എങ്കിൽ ഫലാ സ്വലാത്ത ലഹു ഇല്ലാ ബി ഉദ്ർ, ഒരു ഉദ്ർ ഉണ്ടെങ്കിലല്ലാതെ അയാൾക്ക് നമസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അയാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കാഫിർ, തോന്നിയ പോലെ നിസ്കരിച്ചാൽ മുനാഫിഖ്. കാരണങ്ങളില്ലാതെ പള്ളിയുടെ വെളിപ്പാടകലെയുള്ള സ്ഥലത്തുള്ളവർ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതെ വീട്ടിൽ നിന്ന് നിസ്കരിക്കാണ്, ഫലാ സ്വലാത്ത ലഹു, ആ നമസ്കാരത്തിലൂടെ ലഭിക്കേണ്ട പ്രതിഫലം അയാൾക്ക് ലഭിക്കൂല. നമസ്കരിക്കാത്തതിന്റെ ശിക്ഷല്ല, പക്ഷെ നമസ്കരിക്കുന്നതിന്റെ ഒരു പ്രതിഫലം അയാൾക്ക് ലഭിക്കുകയില്ല. ഹദീസിലെ ഭാഷ്യം ഇല്ലാ മിൻ ഉദ്ർ, അയാൾക്ക് ഉദ്ർ ഉണ്ടെങ്കിൽ, അയാൾക്ക് ഒരു എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ, ഒരു ആ നിലക്കുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അയാൾക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാലും കുഴപ്പമില്ല. ഇല്ല എങ്കിൽ പള്ളിയിലെ ജമാഅത്തിൽ തന്നെയാണ് പങ്കെടുക്കേണ്ടത്. അപ്പൊ ഈ വിഷയത്തിലും കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. അപ്പൊ പല ആളുകളും പള്ളിൻ്റെ ഒക്കെ പരിസരത്തുണ്ടാവും, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കണ കേൾക്കും, എന്നാലും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ പള്ളിയിലേക്ക് പോവാത്ത, ജമാഅത്തിൽ പങ്കെടുക്കാത്ത, നിസ്കാരത്തിന് ഇനിയും സമയമുണ്ടല്ലോ, പള്ളിയിൽ നിന്ന് തന്നെ നിസ്കരിക്കണം എന്നുണ്ടോ, വീട്ടിൽ നിസ്കരിച്ചാൽ പോരെ, പിന്നെ നിസ്കരിച്ചാൽ പോരെ, ഇങ്ങനെ ഓരോരോ ചിന്താഗതിയിൽ പോകുന്ന ആളുകൾ ഇത്തരം പ്രവാചക വാചകങ്ങളുടെ ആ കണിശത കൃത്യമായി മനസ്സിലാക്കണം. എന്നാൽ ഇതിന്റെ കൂടെ ഞാൻ അവസാനം ഉദ്ധരിച്ച ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന കൃത്യമായ ഒരു മേഖലയുണ്ട്. അൽ അഗ്സാറുൽ മുബീഹ ലിത്തഖല്ലുഫ് അൻ സ്വലാത്തിൽ ജമാഅ, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് അനുവദിക്കപ്പെട്ട ഇളവുകൾ, മനുഷ്യ സഹജമായി ചില ഇളവുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപക്ഷെ പള്ളിയുടെ തൊട്ടടുത്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലെ ബാങ്ക് കേൾക്കുന്നു, പക്ഷെ പള്ളിയിലേക്ക് വരാൻ, ഒരു ക്യാമ്പസിന്റെ പ്രിമൈസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരുപക്ഷെ അവർക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ഇനി സമ്മതിച്ചാൽ തന്നെ ഇത് ഇന്റർവെല്, ബ്രേക്കിന്റെ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റൂ. അങ്ങനെയുള്ള ആളുകൾക്ക്, ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക്, സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തോന്നിയ സമയത്ത് കയറി ഇറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ അവിടുത്തെ ഒരു ഫിക്സ്ഡ് പ്രവൃത്തി സമയം, വർക്കിംഗ് ടൈമിൽ അവർക്ക് അങ്ങനെ പുറത്തു പോകാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ അവർക്ക് ഉദ്റുണ്ട്. കാരണം അവർക്ക് ആ സന്ദർഭത്തിൽ പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരിക എന്നത് അവരിൽ അർപ്പിതമായ ആ പ്രവർത്തനവുമായി ചേരാത്തത് കൊണ്ട് അത്തരം ആളുകൾ അത്തരം കാരണമുള്ള സന്ദർഭത്തിൽ അവർ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നത് അവർക്ക് ഉദ്റുള്ളതാണ്.
രണ്ടാമത്തത് ജീവൻ രക്ഷാ ദൗത്യങ്ങൾ ചെയ്യുന്നവർ, ഒരു ഫയർഫോഴ്സ് ആ ജീവനക്കാരൻ, ഒരു ആംബുലൻസ് ഡ്രൈവർ, അതല്ലെങ്കിൽ ഒരു ഡോക്ടർ, അങ്ങനെയുള്ള ആളുകൾ അവർ ഒരു വളരെ ക്രിട്ടിക്കലായ ഒരു കേസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ബാങ്ക് കൊടുക്കുന്നു. എന്നാൽ അയാളുടെ എക്യുപ്മെന്റുകളൊക്കെ അവിടെ ഊരി വെച്ച് അല്ലെങ്കിൽ വാഹനത്തിൽ നിന്നിറങ്ങി ഞാൻ നിസ്കരിച്ചു വരാം എന്ന് പറയേണ്ട ആവശ്യമില്ല. ബാങ്ക് കേട്ടാൽ ജവാബ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ കൂലിയില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ടതില്ല. ഇല്ലാമിൻ ഉദ്ർ, ഉദ്റുള്ളവർക്ക് കുഴപ്പമില്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. അതേപോലെ പള്ളിയിൽ നിന്ന് ഒരുപാട് ദൂരമുള്ള ആളുകൾ, അതായത് സാധാരണ ഒരു മനുഷ്യന്റെ ശബ്ദം, ഈ മൈക്ക് സൗണ്ട് സിസ്റ്റം ഹോണൊന്നുമില്ലാത്ത രൂപത്തിൽ പള്ളിയുടെ വെളിപ്പാടകലയല്ല, കുറച്ച് ദൂരെയാണ്. അങ്ങനെയുള്ള ആളുകൾ, രോഗികൾ, യാത്രക്കാർ, ഇങ്ങനെ ന്യായമായ തടസ്സമുള്ളത് കൊണ്ട് പള്ളിയിൽ വരാത്തതാണോ, ജമാഅത്തിൽ പങ്കെടുക്കാത്തതാണോ, കുഴപ്പമില്ല. അതല്ലാതെ നിസാരമായ കാര്യങ്ങൾ പറഞ്ഞ്, മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് പള്ളിയിൽ വരാതിരിക്കുന്നത് കപട വിശ്വാസികളുടെ ലക്ഷണമാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ വിഷയങ്ങളിൽ മതത്തിന്റെ കണിശത എവിടെയെന്ന് തിരിച്ചറിയുകയും മാനുഷികമായി മതം അനുവദിച്ച ഇളവുകൾ വേർതിരിച്ച് മനസ്സിലാക്കുകയും എന്നിട്ട് നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ കൃത്യതയുള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം. മതം എന്ന് പറഞ്ഞാൽ അദ്ദീനു യുസ്ർ, മതം എളുപ്പമാണ്. മതം എന്ന് പറയുന്നത് ഒരു തരം അനാവശ്യ കണിശത, ദീന് കൽപ്പിക്കാത്ത, റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ഒരു അനാവശ്യ കണിശത കാണിച്ചുകൊണ്ടുള്ള ഒരു കോമാളിക്കെട്ടലല്ല എന്നത് മതത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ രംഗത്ത് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുന്ന, മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവാചക വാചകങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടായിരിക്കണം തീർച്ചയായും ഉദ്ർ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. രണ്ട് ഉദാഹരണം കൂടി പറയാം. ഒരാള് ഭാര്യയ്ക്ക് പ്രസവ വേദന വന്ന് ആശുപത്രിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങാണ്. ആ സന്ദർഭത്തിൽ ഞാൻ നിസ്കരിച്ചിട്ട് വരാം എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. അതേപോലെ ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ അങ്ങാടിയിലായിരിക്കും, ആളുകൾ പള്ളിക്ക് ഇങ്ങനെ വരികയാണ്, 8:30 ഇഖാമത്ത് കൊടുക്കുകയാണ് ഇശാഇന്റെ. എന്താ അവിടെ നിൽക്കണത്? അപ്പോൾ പറയാണ് അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്, ആ വണ്ടിയിൽ എൻ്റെ ഫ്രണ്ടുണ്ട്, എൻ്റെ ഒരു ഡോക്യുമെന്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് വാങ്ങാനാണ്. അത് ഇന്ന് ഞാൻ വാങ്ങിയിട്ടില്ലെങ്കിൽ എനിക്കത് കളക്ട് ചെയ്യാൻ വേറെ സംവിധാനമല്ല, എനിക്ക് പകരം അത് കളക്ട് ചെയ്യാൻ വേറെ ആളില്ല. ഇങ്ങനെയൊക്കെ നമ്മളെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു അത്യാവശ്യങ്ങൾ ഉണ്ടാവും, ഈ പേഴ്സണൽ എമർജൻസിയായ ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. അത്തരം സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ഉദ്റുണ്ട്. എന്നാൽ കേവലമായ വിനോദങ്ങൾ, അനാവശ്യ കാര്യങ്ങൾ, വ്യർത്ഥമായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഉദ്റില്ല. അതുകൊണ്ട് ആവർത്തിക്കുന്നു, മൻ സമിഅ അന്നിദാ, പള്ളിയുടെ പരിസരത്തുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്കിന്റെ വിളിയാളം കേൾക്കുന്നു എങ്കിൽ പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. ഏറ്റവും ചുരുങ്ങിയത് സുബ്ഹി നമസ്കാരം എന്നത് ഒരു മഹല്ലിലുള്ള 99% പുരുഷന്മാരും അവിടെ സ്ഥലത്തുള്ള ഒരു സന്ദർഭമാണ്. അത്തരം സന്ദർഭങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച ഈ ഒരു ആരാധന അതിൻ്റെ കണിശ സ്വഭാവം ചോരാതെ കൃത്യതയോടെ നിർവഹിക്കുക എന്ന ഒരു ബാധ്യത നമ്മൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിതഖ്വല്ലാഹ്. ബഹുമാന്യരായ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന പൊതു പ്രശ്നങ്ങളിൽ വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടും വ്യക്തമായ നിലപാടും ഉള്ളവരായിരിക്കണം നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ഒരു കാലത്ത് ഇസ്ലാമിക ആദർശത്തിൻ്റെ വിരോധികൾ നിരന്തരമായി നമുക്ക് നേരെ എയ്തുവിടുന്ന ദുരാരോപണങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് ഈ ഇസ്ലാമിക ആദർശത്തിൻ്റെ, മുസ്ലിം ഉമ്മത്തിൻ്റെ ഇസ്സത്തിനു വേണ്ടി നിലയുറപ്പിക്കുക എന്നത് തീർച്ചയായും നമ്മുടെ ഒരു ബാധ്യതയാണ്. മാന്യമായ സഭ്യമായ രീതിയിൽ
പ്രതികരണങ്ങൾ നടത്തി ഓരോ വിഷയങ്ങളിലുള്ള കൃത്യതയാർന്ന നിലപാടുകൾ ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്താൻ, തെറ്റിദ്ധരിച്ചവരെ ബോധ്യപ്പെടുത്തുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രധാനമായി സാമൂഹ്യ മേഖലകളിൽ, രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മുസ്ലിം പ്രീണനം എന്ന വിഷയമാണ്. എന്താണത് പോലും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇതൊന്നും പിന്നെ ബാധിക്കണില്ലല്ലോ, ഞാൻ എൻ്റെ ഏർപ്പാടൊക്കെ ആയിട്ട് പോവാണ്, ഉമ്മത്തിനെ ബാധിക്കണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ സംഘടനയുടെ നേതാക്കൾ നോക്കിക്കോളും, അല്ലെങ്കിൽ ഇന്ന മതസംഘടനകൾ നോക്കും, സമുദായ പാർട്ടികൾ നോക്കും, അതൊക്കെ അവര് ചെയ്തോളും, എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിഷ്ക്രിയരായി മാറി നിൽക്കുക എന്നത് ഒരിക്കലും തന്നെ ഇസ്ലാമിക സമൂഹത്തിന് യോജിച്ച നിലപാടല്ല. ഒരു വിഷയം വസ്തുതയുള്ളതാണ്. മുസ്ലിമീങ്ങൾക്ക് നേരെ ഹെയ്റ്റ് ക്യാമ്പയിൻ, വിദ്വേഷ പ്രചാരണം പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് പ്രചരിപ്പിക്കുന്നവർ, അത് ഫേക്ക് ഐഡിയ ആവാം, ഏതെങ്കിലും സ്ഥിരമായ ഏതെങ്കിലും സ്വകാര്യ ഇടങ്ങളിൽ നിന്നാവാം. പക്ഷെ ഇത് കാണുന്ന, കേൾക്കുന്ന, വായിക്കുന്ന, അറിയുന്ന ആളുകളിൽ യഥാർത്ഥത്തിൽ സംശയങ്ങളുടെ, തെറ്റിദ്ധാരണയുടെ സ്പാർക്ക് പടർത്തുവാൻ തീർച്ചയായും വിരോധികൾക്ക് സാധിക്കാറുണ്ട് എന്നതൊരു സത്യമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു പക്ഷേ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന ഒരു വീഡിയോ ഉണ്ട്. മലബാറിന്റെ പുറത്തുള്ള ഒരു ജില്ലയിൽ നിന്നുള്ള ഒരു അമുസ്ലിം സ്ത്രീ, പ്രായമുള്ള സ്ത്രീ, മലബാറിലുള്ള അവരുടെ ജീവിതാനുഭവങ്ങൾ പറയുന്നത്, ഈ നാടിനെ കുറിച്ച് എൻ്റെ ധാരണ, ഈ നാടിനെ കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, ഇങ്ങോട്ട് വരാൻ പേടിയായിരുന്നു, പക്ഷെ ഇവിടെ എത്തിയപ്പോ ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റം, ഇവരുടെ ഹൃദ്യത, ഇവരുടെ സഹായ മനസ്കത എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ അറിയിക്കുന്നത്, അവര് നേരത്തെ തെറ്റിദ്ധരിച്ചവരായിരുന്നു. അവരുടെ മനസ്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള കുപ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ്. സ്വാഭാവികമായും നമ്മുടെയൊക്കെ ചുറ്റളവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏത് തരത്തിലുള്ള ദുരാരോപണങ്ങൾ, വിമർശനങ്ങൾ, അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ, അവിടെ ഒരു നിലപാട് ഉൾക്കൊള്ളുകയും ആ നിലപാട് പ്രചരിപ്പിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഭാഷയിൽ ഒരു ലൈക്ക് ബട്ടൺ അമർത്താൻ, ഒരു ഷെയർ ചെയ്യാൻ, അത്തരം നിലപാടുകളെ ഞാനും പിന്തുണക്കുന്നു എന്ന് പറയാനുള്ള, അങ്ങനെ ഒരു നന്മയുടെ വക്താവാകുക എന്നത് വകൂനു മഅസ്സാദിഖീൻ, സത്യസന്ധതയുള്ള നിലപാടുള്ള ആളുകളോടൊപ്പം നിങ്ങൾ അണിനിരക്കണമെന്ന ഇസ്ലാമിന്റെ നിർദ്ദേശം ഇതുപോലുള്ള നമ്മുടെ ഭൗതികമായ, സാമൂഹികമായ വിഷയങ്ങളിലും ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി മാന്യമായ, സഭ്യമായ നിലപാടുകളിലൂടെ ഇസ്സത്തുള്ള ഒരു ആശയത്തിന്റെ, ഒരു ആദർശത്തിന്റെ, ഒരു സമുദായത്തിന്റെ ഭാഗമാണ് വലില്ലാഹിൽ ഇസ്സ വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഈ രാജ്യത്ത് നമ്മൾ OBC ആവാം, ഈ രാജ്യത്ത് നമ്മുടെ കൂട്ടത്തിലുള്ളവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി വരി നിൽക്കുന്നവരാവാം, ഈ രാജ്യത്തുള്ളവർ ഇവിടത്തെ ഓരോ ഭരണഘടന അനുവദിച്ച ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരാകാം. പക്ഷെ വലില്ലാഹിൽ ഇസ്സ വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, ഇസ്സത്തുള്ള റബ്ബിന്റെ, ഇസ്സത്തുള്ള പ്രവാചകന്റെ, ഇസ്സത്തുള്ള ഒരു സമുദായത്തിന്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് നിവർന്നു നിൽക്കുവാൻ, തൻ്റെ ഇടത്തോടെ നിൽക്കുവാൻ നമുക്ക് ഊർജവും ആവേശവും പകരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തോട് കൂടി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും പ്രവാചകന്റെ സ്വഹാബത്ത് ജീവിതത്തിൽ ഉൾക്കൊണ്ടതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ പകർത്താനും ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങളും സംഘർഷങ്ങളും പരീക്ഷണങ്ങളും രോഗങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, ഏവർക്കും നീ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ആകസ്മിക ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഹലാലായ ആഗ്രഹങ്ങളും
മോഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയുന്ന ദുനിയാവിൻ്റെ ഹസനത്തുകൾ ആസ്വദിക്കാൻ സാധിക്കുന്ന സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഒരുപാട് ആളുകൾ, അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. രാജ്യത്തിനകത്തും പുറത്തും മുസ്ലിമായതിൻ്റെ പേരിൽ പരീക്ഷണങ്ങളിലൂടെ കഴിഞ്ഞുകൂടുന്ന പതിനായിരങ്ങളുണ്ട്. ഫലസ്തീനിൻ്റെ മണ്ണിൽ എന്നും രോദനങ്ങളാണ്, നിലവിളികളാണ്. അല്ലാഹുവേ, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ജീവിതങ്ങളിൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും നൽകി അവർക്കും ഞങ്ങൾക്കും പ്രതാപത്തോട് കൂടി ജീവിക്കുവാൻ അവസരം നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.